ജയാൻറ്റിനോടാണ് ഫസ്റ്റ് ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ കല്ലുംകുടി കസിൻസിന്റെ പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ താങ്കൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക? സമയം 1/2 മിനിറ്റ് ആണ്. ഏറ്റവും ഫണ്ണി ആയിട്ട് ഉത്തരം പറയണ ഞങ്ങൾക്ക് തോന്നുന്ന ആളെയാണ് ഞങ്ങൾ ഫസ്റ്റ് സെക്കൻഡ് കൊടുക്കാം. ഫസ്റ്റ് ലേഡി പ്രസിഡന്റ് ആയി എന്ത് ചെയ്യും? 4 പേരോട് ചോദിക്കും. 1/2 മിനിറ്റ് ഒരു മിനിറ്റ് സമയം വെക്കട്ടെ. 30 സെക്കൻഡ്. ലേഡി പ്രസിഡന്റായിട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ ഉള്ള മെയിൽ പ്രസിഡന്റിന് പിന്നീട് ഒന്നുകൂടെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കും. ഓക്കെ, നമുക്ക് നല്ലൊരു കൈയടി കൊടുക്കാം ജയന്തിക്ക്. നിങ്ങൾ ഇനി അടുത്ത വർഷം ഒരു മാവേലിയായി ജന്മം നേടുകയാണെങ്കിൽ താങ്കൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഈ നാടിനു വേണ്ടി ചെയ്യുക? ഈ കേരള നാടിനു വേണ്ടി എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചെയ്യുക? ഓക്കെ, ഒരു മിനിറ്റ് ടൈം. ഓക്കെ, ടൈം സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ മാവേലിയായി ജനിച്ചു കഴിഞ്ഞാൽ മാവേലി ഇപ്പൊ വന്നിട്ട് ഓണത്തിന് മാവേലി വന്നിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ലല്ലോ. സോ ദാറ്റ്സ് പോയിന്റ്ലെസ്. ഓക്കെ, അതല്ല മാവേലിന്റെ ചേട്ടൻ കണ്ടിട്ടുണ്ടോ? എവിടെ? പറ്റൂല എവിടെ എപ്പ കണ്ടു? മാവേലിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ അങ്ങനെ ഒരു സിനാരിയോ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, എല്ലാവരും നല്ല എന്താ പറയാ കഷ്ടപ്പാടുള്ളവർക്ക് എന്താ പറയാ, അത് ഭയങ്കര അലമ്പ് പ്രശ്നം കേട്ടോ. കഷ്ടപ്പാടുള്ളവർക്ക് സഹായിക്കാനും ആൾക്കാർ കുറേ കൈൻഡ് ആൻഡ് ജനറസ് ആയിട്ട് പെരുമാറാനായിട്ട് എല്ലാവരും. 5 കോടിയുടെ ഒരു ഓണ ബമ്പർ അടിച്ചു കഴിഞ്ഞാൽ താങ്കൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചെയ്യാൻ സാധിക്കുക? ഓക്കെ, ഗുഡ് ഈവനിങ്. അതിനോടൊപ്പം തന്നെ കല്ലുംകുടി കസിൻസിനും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും എന്നൊന്ന് വിശദീകരിക്കും. ഗുഡ് ഈവനിങ് കല്ലുംകുടി കസിൻസ്. 25 കോടി 25 ലക്ഷം മോനെ, 25 കോടി. അപ്പൊ ഞാനത് കുറച്ച് ഞങ്ങളുടെ പേഴ്സണൽ അത്യാവശ്യത്തിന് വേണ്ടി ഒരു 10% മാറ്റി വെക്കും. ബാക്കി 90% പല സംഭാവനകളും പിന്നെ അത്യാവശ്യമുള്ളവരെയൊക്കെ കുറെ സഹായിക്കും. പിന്നെ നമ്മുടെ കല്ലുംകുടി കസിൻസിന് വേണ്ടി നല്ലൊരു മുൻഗണന കൊടുക്കും. അതായത് അവർക്കൊരു ചെറിയൊരു ഓഫീസ് ബിയറേഴ്സിന് വേണ്ടി ഒരു ചെറിയ റൂം അത് അത്യാവശ്യമാണ്. പിന്നെ ഇപ്പൊ മന്ത്ലി വരിസംഖ്യ അതൊക്കെ മാറ്റിയിട്ട് ചെറിയൊരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്താൽ പിന്നെ ആ പ്രശ്നങ്ങളെല്ലാം തീരും. പിന്നെ അതിലുപരി അതിന് വേണ്ടി ഒരു ചെറിയൊരു എമൗണ്ട് മാറ്റി വെക്കുന്നതായിരിക്കും. നല്ലൊരു കൈയടി കൊടുക്കാം. ഓക്കെ, ഷാനി സെബാസ്റ്റ്യനോ കയറി നിൽക്കാം. താങ്കൾ ഒരു പുരുഷനാണല്ലോ അല്ലേ? അതെ, ഓക്കെ. ഓക്കെ, അപ്പൊ താങ്കൾ പെട്ടെന്ന് നാളെ രാവിലെ ഒരു സ്ത്രീയായി മാറപ്പെട്ട് കഴിഞ്ഞാൽ താങ്കൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചെയ്യുക? പല മോഹങ്ങളും താങ്കൾക്ക് ഉണ്ടാവുമല്ലോ. അപ്പോ ആ ഏതൊക്കെ മോഹങ്ങളായിരിക്കും താങ്കൾ ചെയ്യാൻ സാധ്യത? അതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ടൈം വെക്കാം. ചോദ്യം മനസ്സിലായില്ലേ? സ്ത്രീ ആയാല് യുവർ ടൈം സ്റ്റാർട്ട് നൗ. അപ്പൊ എന്റെ പെണ്ണുമ്പിളുടെ കാര്യം പോക്കാം. ഒന്ന്. രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു പെണ്ണായി കഴിഞ്ഞാൽ നാളെ തന്നെ ഒരു സാരി കൊടുക്കും, ഫാഷൻ ഷോ നടത്തും. പിന്നെ ആ രീതിയിലുള്ള പെണ്ണുങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തുടരും. വീട്ടിലെ അടുക്കളപ്പണിയിലേക്ക് ഞാൻ കയറും. മനസ്സിലായി? അടുക്കളപ്പണി കയറും. പിന്നെ പിള്ളേരെ നോക്കണം, അവർക്ക് ചോറ് കറിയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ ഫാഷൻ ഷോയിൽ പങ്കെടുക്കും. മുട്ട പൊരിക്കുന്നതൊക്കെ പൊരിക്കും. മുട്ടയ്ക്ക് ഞങ്ങൾ പൊരിക്കും. അപ്പൊ ഇല്ല, അതൊന്നുമില്ല. അങ്ങനെ ചെയ്യും. ഓക്കെ, യുവർ ടൈം കഴിഞ്ഞു. ഓക്കെ, ഫിനിഷ്.